കൂട്ടുകാരനെ ഞെട്ടിക്കാൻ ഒരു മാജിക് ക്രിസ്മസ് കാർഡ് കാണിച്ചു തരട്ടെ. ഞാൻ പണി തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ മോള് പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ദാ ഇതുപോലെ വലിച്ച് പറിച്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് ഒതുക്കിയെടുക്കാം. അപ്പോൾ ദാ ഈ ഒരു പേപ്പറിലാണ് നമ്മുടെ കലാപരിപാടി കേട്ടോ. കട്ടിയുള്ള ഏത് പേപ്പറും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ദാ ഇതുപോലെ ഫ്രെയിമിന്റെ ലുക്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു കട്ടിയുള്ള ഷീറ്റിന്റെ ആവശ്യമുണ്ട്. ഞാൻ ബേക്കറി പലഹാരം വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോക്സ് നാട്ടോ കട്ട് ചെയ്തെടുത്തത്. കട്ട് ചെയ്ത ഗ്യാപ്പിന്റെ ഫ്രണ്ടിലായിട്ട് ദാ ഇതുപോലെ നമ്മൾ ഒട്ടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഉള്ളിലൊരു പേപ്പറും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രിസ്മസ് തീമിലുള്ള ഏത് പിക്ചർ നിങ്ങൾക്ക് വരക്കാം. ആ ഒരു ഫ്രെയിമിന്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിലുള്ള പിക്ചർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ ഒരു ട്രീ വരച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് ഫ്രണ്ടിൽ ഒട്ടിച്ചതിന് ശേഷം അതിന്റെ ഔട്ട്ലൈൻ നല്ല നീറ്റായിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പിലാണ് നമ്മുടെ മാജിക് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഉള്ളിൽ കൊടുത്തിട്ടുണ്ടായ പേപ്പർ ഉണ്ടല്ലോ, അതിന്റെ അപ്പുറം ഇപ്പുറം വരുന്ന രീതിയിലാണ് ദാ ഈ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റും ചിത്രം വരച്ച ഷീറ്റും കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലാക്ക് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് റെഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏതാണ് കൂടുതൽ ഭംഗി എന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ.